ഹലോ, എല്ലാവർക്കും നമസ്കാരം. ചിക്കൻ 65 ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. 65 ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഇല്ലല്ലോ അല്ലേ? അതായത് പിള്ളേർക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അതിൻ്റെ കോട്ടിംഗൊക്കെ ഒട്ടും വിട്ടുപോകാതെ തന്നെ കുറച്ചൊക്കെ പോകും, എന്നാലും നമുക്ക് മാക്സിമം വിട്ടുപോകാതെ തന്നെ നമുക്കതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ നമ്മുടെ പുതിയൊരു ചാനലാണ്, അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് താമസിക്കാതെ തുടങ്ങിയാലോ? അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന 1/2 കിലോ ചിക്കനാണ്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വിത്ത് ബോൺ ആണെങ്കിൽ ഇഷ്ടമെങ്കിൽ അങ്ങനെയാണെങ്കിലും എടുക്കുന്നതിന് കുഴപ്പമില്ല. നമുക്ക് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ യോഗട്ട്, പുളിയില്ലാത്ത യോഗട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് അതായത് ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യോഗട്ട് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത്. നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ എക്സ്ട്രാ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല, വീട്ടിലുണ്ടാക്കുന്നതായിട്ട് അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. ഇനിയിപ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു 3/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം പൊടിയാണെങ്കിലും നിങ്ങൾക്ക് ചേർക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇവിടെ അരച്ചെടുത്തതാണ്. നിങ്ങൾക്ക് പേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ചേർക്കുന്നതിന് കുഴപ്പമില്ല. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ഇനി കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊരു 2-3 മിനിറ്റ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാനൊരു കാര്യം വിട്ടുപോയി, അതിലേക്കൊരു കുറച്ച് കുരുമുളകും കൂടെ ഞാൻ ചേർക്കുകയാണ്. കുരുമുളക് ചതച്ചാണ് ചേർക്കുന്നത് കേട്ടോ, പൊടിയല്ല, ചതച്ചാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു മിനിമം ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. മാക്സിമം ഒരു 30-35 മിനിറ്റ് മതിയാവും. എന്തായാലും നമുക്ക് മിനിമം ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെക്കാം, വെളി വെക്കേണ്ട കാര്യമില്ല, ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ആ ഒരു സമയം കൊണ്ട് ആ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചോളും. അപ്പോൾ നമുക്ക് ഇതൊരു 15 മുതൽ 30 മിനിറ്റ് വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഇപ്പോൾ ചിക്കനൊക്കെ ഞാൻ വെളിയിലേക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ 30 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ നമ്മൾ മസാല ചേർക്കുന്ന സമയത്ത് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാൻ നിൽക്കരുത്. കാരണം നമ്മുടെ മസാലയൊന്നും ചിക്കനിലേക്ക് ആ സമയത്ത് നമ്മൾ മസാല ചേർക്കുന്ന സമയത്ത് കോൺഫ്ലവർ ഇട്ട് കൊടുത്താൽ ചിക്കനിലേക്ക് ആ മസാല ഒന്നും ശരിക്കും പിടിക്കത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ നല്ലതുപോലെ ഇതൊക്കെ ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ കോൺഫ്ലവർ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന പോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നല്ലതുപോലെ ഞാനതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് ആ മസാല എല്ലാം നല്ലതുപോലെ ചിക്കനിലേക്ക് പിടിച്ചിട്ടുമുണ്ട്. ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നല്ലതുപോലെ അത് പിടിച്ചിട്ടുണ്ട്. ആ കോൺഫ്ലവർ ആണെങ്കിലും മസാല ആണെങ്കിലും നല്ലതുപോലെ ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഒരു പാത്രം ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണയ്ക്ക് ഒന്ന് ചൂടായി വരുന്നവിടെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എണ്ണയ്ക്ക് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പരസ്പരം ഒട്ടി പിടിക്കാത്ത രീതിയിൽ ചിക്കൻ പീസ് ഒന്ന് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മൾ ആദ്യം എടുത്തതിനകത്തുനിന്നൊരു പകുതി പീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ അതിൽ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നടി പിടിക്കാതിരിക്കാനായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമുക്ക് ഇനി ഒരു സൈഡൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ.
ഇതിപ്പോൾ ഒരു 1/4 ഭാഗം ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. 1/4 ഭാഗം വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് പച്ചമുളകും കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ ചിക്കൻ ബാക്കി ആ വേവുന്ന സമയത്ത് ആ കറിവേപ്പിലും പച്ചമുളകും കൂടെ ഒന്ന് ഫ്രൈ ആയി കിട്ടും. ആ കറിവേപ്പിലയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും വരുന്നത് കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സ്മെല്ല് മാത്രമല്ല, കറിവേപ്പിലയൊക്കെ ഫ്രൈ ആയി വരുമ്പോഴുള്ള ടേസ്റ്റും സൂപ്പറായിരിക്കും. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് ചിക്കൻ ആദ്യം മുതൽ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട്. നമുക്കത് ആ ഒരു സമയം ധാരാളം മതിയാവും. അതിൽ കൂടുതൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കരുത്, കാരണം ചിക്കനൊക്കെ ഹാർഡായി പോവും. അതുകൊണ്ട് നമുക്ക് ഒരു മാക്സിമം ഒരു 10 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതിയാവും. ഇപ്പോൾ എല്ലാം നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചിക്കനൊക്കെ നമുക്ക് ഒന്ന് കോരിയെടുക്കാം കേട്ടോ. ഞാനൊരു കോരി വെച്ച് ഞാൻ കോരി എടുക്കുവാണ്. നമുക്ക് അത്യാവശ്യം കോട്ടിങ്ങൊക്കെ അതിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് നല്ലൊരു കളറും കിട്ടിയിട്ടുണ്ട് ചിക്കന്. നമ്മൾ എക്സ്ട്രാ കളർ ഒന്നും ചേർക്കാതെ തന്നെ നല്ല കളർ കിട്ടിയിട്ടുണ്ട്. ഇനി പരിപ്പിടയിലേക്ക് മാറ്റാം. അങ്ങനെ ഞാൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫുൾ ചിക്കൻ പീസ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിക്കുന്നതിന് മുന്നേ ഒരു പീസ് നാരങ്ങ അതിൻ്റെ പുറത്തൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സവോളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട്. സവോളയും തക്കാളി ഒരു പച്ചമുളകൊക്കെ. നമ്മുടെ ഈ റെസിപ്പി ഒരുപാട് പ്രൊഫഷണലി ഉള്ള റെസിപ്പി ഒന്നും അല്ല കേട്ടോ. നമുക്ക് വീടുകളിലൊക്കെ സാധാരണ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറോ അല്ലെങ്കിൽ അജിനോമോട്ടോ ഒന്നും ചേർക്കാത്ത നല്ലൊരു റെസിപ്പിയാണ്. എന്താണെങ്കിലും നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് ടേസ്റ്റും കൂടെ ചെയ്ത് നോക്കാം അല്ലേ. ഇതാ നമ്മുടെ 65 ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാണ്ട് എടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ വേറെ കളറോ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. ആർട്ടിഫിഷ്യലായിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലുക്സിൽ കുറച്ച് ഒരു കുറവ് കാണുമായിരിക്കും. പക്ഷെ നമുക്ക് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കളറിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും പാർട്ടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കളറൊക്കെ ആഡ് ചെയ്തൊരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി വേണം ചേർക്കാം. കഴിച്ചു നോക്കാം. കുറച്ച് നല്ല ക്രിസ്പിയാണ്, ആകെ നല്ല ജ്യൂസിയാണ്. നമുക്ക് ആ ഒരു സവോളയുടെ പീസ് ഒന്ന് വെച്ച് കഴിച്ച് നോക്കാവേ. പൊടി കൂട്ടി കഴിച്ച് നോക്കാം. സൂപ്പർ. ആ മസാല അടിപൊളിയായിട്ടുണ്ട്. ഓ അടിപൊളി കേട്ടോ. അത്യാവശ്യം എരിവും പുളിയും എൻ്റെ കോട്ടിങ് ആണെങ്കിലും അത്യാവശ്യമൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ റെസിപ്പി. ഇത് തന്നെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു 65ൻ്റെ ടേസ്റ്റാണ്. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഉണ്ടാക്കാനായിട്ടും ഈസിയാണ്. നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ഒരു താമസം മാത്രമേ നമുക്ക് വരുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് ഈസിയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയേക്കുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.